ഡിവൈഎഫ്ഐ കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ബിജെപിയുടെയും കോൺഗ്രസിന്റെയും നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലാ പ്രസിഡന്റ് എസ് സുധീഷ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഏജൻസികൾ മുഖ്യമന്ത്രിക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. വിവിധ കോടതികൾ തള്ളിക്കളഞ്ഞ കേസിൽ വീണ വിജയനെ പ്രതിയാക്കിയതിന്റെ പേരിൽ മുഖ്യമന്ത്രി അപമാനിക്കാൻ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും സമരനാടകങ്ങൾ സംഘടിപ്പിക്കുന്നു. എന്നാൽ നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രതികളാക്കി ഇഡി കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണെന്നും നേതാക്കൾ പറഞ്ഞു. യാതൊരു അടിസ്ഥാനവുമില്ലാതെ, യാതൊരു തെളിവുമില്ലാതെ ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അടക്കം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെതിരെ അടക്കം കേസുകൾ എടുക്കുമ്പോൾ അത് ബിജെപി എടുത്ത കേസ് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് തെരുവിൽ മുഖ്യമന്ത്രി അടക്കം അപമാനിക്കുന്ന രൂപത്തിൽ സമരം സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഉള്ളത്. അതിനെതിരായി അതിശക്തമായ പ്രതിരോധം ഉയർന്നു വരേണ്ടതുണ്ട്. ഇന്ന് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെയും ഒപ്പം സോണിയാഗാന്ധിക്കെതിരെയും സോണിയാഗാന്ധി ഒന്നാം പ്രതിയായിക്കൊണ്ടും രാഹുൽ ഗാന്ധി രണ്ടാം പ്രതിയായിക്കൊണ്ടും കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാരെ അടക്കം പ്രതിയാക്കിക്കൊണ്ട് നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ഒരു പത്രം 1938 ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കളുടെ മുഖംമൂടി ധരിച്ച് കുന്തളംപാറ റോഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ജോബി വർഗീസ്, നിയാസ് അബു, ഫ്രെഡി മാത്യു, ബിബിൻ ബാബു, ബിനീഷ് വിനോദ്, എസ് കണ്ണൻ എന്നിവർ സംസാരിച്ചു.